നമസ്കാരം, ചന്ദ്രലാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 26-ന് മുന്നേ, അതായത് റിപ്പബ്ലിക് ഡേക്ക് മുന്നെയാണ് നമുക്ക് സാധാരണയായിട്ട് പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇത്തവണയും അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ മലയാളികൾക്കും ഉണ്ട്. അപ്പൊ നമ്മളത് കൃത്യമായി പഠിച്ചിരിക്കണം. ഇനി വരുന്ന എക്സാംസിന് എന്തായാലും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പത്മ അവാർഡ്സ് 2025 പത്മ അവാർഡ്സ് നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവര് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ എക്സാംസും, ഈ വരുന്ന എല്ലാ എക്സാംസും നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ എക്സാംസിന്റെ കോഴ്സും ആപ്പിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ഡെയിലി എക്സാം, കറണ്ട് അഫയേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് എക്സാം ആണോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് അത് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആകെ 139 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. എത്രയാണ്? 139 പത്മ അവാർഡുകൾ മൊത്തത്തില് കേട്ടോ. അതിൽ 7 എണ്ണം എന്താണ്, പത്മവിഭൂഷണാണ്. ഓക്കെ, 7 എണ്ണം പത്മവിഭൂഷണാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കും ഇത്ര ആണ്. അപ്പൊ അതുകൊണ്ട് മാറിപ്പോയത് അത് കൃത്യമായി പഠിച്ചു. മൊത്തം 139 പത്മവിഭൂഷൺ 7 എണ്ണമാണ്. പത്മഭൂഷൺ 19 പത്മശ്രീ 113 കേട്ടോ. ഇനിയിപ്പോ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിത്തരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, അത് കൃത്യമായി ആ 4 പഠിച്ചു വെച്ചേക്കാം. 139 മൊത്തം, 7 എണ്ണം പത്മവിഭൂഷൺ. ഇതിൽ നമ്മളെ പേരുകൾ മലയാളികളുടെ മാത്രം കൂടുതൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പത്മശ്രീയൊക്കെ 113 ഉണ്ട്. എന്തായാലും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. പത്മഭൂഷണ എല്ലാവരും പേര് പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലിരിക്കുമെന്ന് എനിക്കല്ല. മലയാളികളുടെ എല്ലാവരും പേര് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാം. 7 പത്മവിഭൂഷൺ ഉണ്ട്, 19 പത്മഭൂഷൺ ഉണ്ട്, 113 പത്മശ്രീ ഉണ്ട്. പത്മ അവാർഡുകളുടെ മലയാളികളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണം. മൊത്തം 6 മലയാളികൾക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, പത്മ അവാർഡ് ടോട്ടലി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആർക്കൊക്കെയാണെന്ന് നോക്കാം. പത്മവിഭൂഷൺ കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. എന്താണ്, ആർക്കാണ്? MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പത്മവിഭൂഷൺ മൊത്തത്തിൽ 7 എണ്ണം. അതിൽ 1 എണ്ണം ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി കിട്ടിയ 7 പേരുടെ പേര് ഞാനിത് പറഞ്ഞു പോകുന്നുണ്ട്. ഒന്നാമത്തത് ശ്രീ ഡുവർ നഗേശ്വർ റെഡ്ഡി. അത് മെഡിസിന്റെ ഫീൽഡിലാണ്, തെലങ്കാന സ്റ്റേറ്റിലാണ് കേട്ടോ. പിന്നെ ജസ്റ്റിസ് ശ്രീ ജഗദീഷ് സിംഗ് ഖേർ, പബ്ലിക് അഫയേഴ്സ് ആണ്, ചണ്ഡീഗഡ് സ്റ്റേറ്റിലാണ്. അടുത്ത് കുമുദിനി രജനീകാന്ത് ലേഖ, ആർട്ടാണ്, ഗുജറാത്ത് ആണ്. അപ്പൊ എല്ലാ ഇച്ചിരി വലിയ പേരുകളാണ്. ചെറുതായിട്ടെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ശ്രീ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ആർത്താണ്, കർണാടക സ്റ്റേറ്റിലാണ് കേട്ടോ. അടുത്ത് നമ്മുടെ MT വാസുദേവൻ നായർ, പോസ്റ്റുമസ് ആണ്, മരണാനന്തര ബഹുമതി എന്നാണ്. അദ്ദേഹത്തിന് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിലാണ്, കേരളയാണ് കേട്ടോ. പിന്നെ ശ്രീ ഒസാമു സുസുക്കി, അതും മരണാനന്തര ബഹുമതിയാണ്, ജപ്പാനിലാണ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിലാണ്, ഫീൽഡിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ശാരദ സിൻഹ, അതും പോസ്റ്റുമസ് ആണ്. പോസ്റ്റുമസ് എന്ന് പറയുമ്പോൾ മരണാനന്ദ ബഹുമതിയാണ്, ആർട്ട്, ബീഹാർ. ഈ 7 എണ്ണം പേര് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. അത് പത്മവിഭൂഷൺ ആയതുകൊണ്ട് 7 പേരുടെയും പേര്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, MT വാസുദേവൻ നായരാണ്, മരണാനന്തര ബഹുമതിയായിട്ട്. ഓക്കെയാണ്. ഇനിയുള്ളത് പത്മഭൂഷണാണ്. എത്ര പേർക്കുണ്ടെന്ന് പറഞ്ഞു? 19 പേർക്കുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അറ്റ്ലീസ്റ്റ് മലയാളികളെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ഒന്ന് PR ശ്രീജേഷ് ആണ്, കായികം. ഒന്ന് PR ശ്രീജേഷ്, കായികമാണ്, നമുക്കറിയാം. അടുത്ത് ജോസ് ചാക്കോ പെരിയപുറം, അതായിരിക്കും ചിലപ്പോൾ അറിയാൻ ചാൻസ് കുറവുള്ളത്. വൈദ്യശാസ്ത്രത്തിനാണ്. ഇദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയിലൊക്കെയാണ് പ്രസിദ്ധനായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ശോഭന, നടി ശോഭനയാണ്, കല അതിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പത്മഭൂഷൺ, PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുറം, ശോഭന. അപ്പൊ ഇത്രയും പേര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം, അതൊക്കെ PR ശ്രീജേഷ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കായികമായിട്ട് ബന്ധപ്പെട്ട് പത്മഭൂഷൺ കിട്ടിയതാണ് കേട്ടോ. പത്മഭൂഷൺ 19 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത 19 പേരുടെ പേര് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ശ്രീ സൂര്യപ്രകാശ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ജേർണലിസം, കർണാടക സ്റ്റേറ്റിലാണ്. ആനന്ദ് നാഗ്, ആർട്ടാണ്, കർണാടക. വിവേക് ദബ്രോയി, അതെന്താണ്, മരണാനന്തര ബഹുമതിയാണ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ഡൽഹിയാണ്. ജതിൻ ഗോസ്വാമി, ആർട്ട്, ആസാം. ജോസ് ചാക്കോ പെരിയപുറം നമ്മളിപ്പോ പറഞ്ഞു, മെഡിസിൻ, കേരളയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൈലാഷ്നാഥ് ദീക്ഷിത്, ആർക്കിയോളജി, ഡൽഹി. മനോഹർ ജോഷി നമ്മൾ കേട്ടിട്ടുണ്ട്, അതും പോസ്റ്റുമസ് ആണ്, പബ്ലിക് അഫയേഴ്സ്, മഹാരാഷ്ട്ര. ശ്രീ നല്ലി കുപ്പസ്വാമി ചെട്ടി, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, തമിഴ്നാടാണ്.
പിന്നെ നന്ദാമുറി ബാലകൃഷ്ണൻ, നമുക്കറിയാം തെലുങ്ക് നടനാണ്, നമ്മള് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് നന്ദാമുറി ബാലകൃഷ്ണൻ. ആർട്ടാണ് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അടുത്ത് നമ്മുടെ PR ശ്രീജേഷ്, സ്പോർട്സ് കേരള. അതുപോലെ പങ്കജ് പട്ടേലിന് കിട്ടിയിട്ടുണ്ട്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഗുജറാത്ത്. പിന്നെ പങ്കജ് ഉദ്ദാസ്, അത് നിങ്ങൾക്ക് അറിയാം, സംഗീതജ്ഞനാണ്, ആർട്ട് മഹാരാഷ്ട്ര. രാം ബഹദൂർ റായ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ജേർണലിസം ഉത്തർപ്രദേശാണ്. സാധ്വി റിവറ, സോഷ്യൽ വർക്ക് ഉത്തർപ്രദേശ്. ശ്രീ അജിത് കുമാർ നമുക്കറിയാം, നമ്മുടെ തമിഴ് സിനിമാ നടൻ അജിത് കുമാർ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും ഉണ്ട്. പിന്നെ ശേഖർ ഖബൂർ, ആർട്ട് മഹാരാഷ്ട്ര. അടുത്ത ശോഭന ചന്ദ്രകുമാർ, നമ്മൾ നേരത്തെ നോക്കി, ആർട്ടാണ്. അടുത്ത സുശീൽ കുമാർ മോദി, അത് മരണാനന്തര ബഹുമതിയാണ്, പബ്ലിക് അഫയേഴ്സ് ബീഹാർ. അടുത്ത് വിനോദ് ദാവ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് US-ലാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ടവരുടെ പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക, മലയാളികളുടെ പേര് ഉറപ്പായിട്ട് ഓർത്ത് വെച്ചിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചുപേരെയൊക്കെ അറിയാം, ഈ സിനിമാ നടന്മാരെയൊക്കെ അറിയാം, ബാലകൃഷ്ണ, ഈ അജിത് കുമാർ, ശോഭനയൊക്കെ നമുക്ക് അറിയുന്നവരാണ്. ബാക്കിയുള്ളവരുടെ പേര് ഓർത്ത് വയ്ക്കുക. പത്മവിഭൂഷൺ 7 പേരുടെ പേരും പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് പത്മശ്രീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 113 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാവരും പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അപ്പൊ ഇതിന്റെ PDF നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ PDF എടുക്കാം. മാത്രമല്ല ഈ എല്ലാ സിലബസിന്റെ PDF എല്ലാവരും ചോദിക്കുന്നുണ്ട്, സിലബസ് വേണമെന്ന്. അപ്പൊ അതിന്റെ സിലബസുകളെല്ലാം നമ്മൾ ടെലിഗ്രാം ഇപ്പൊ വന്ന എല്ലാ നോട്ടിഫിക്കേഷൻ സിലബസുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇട്ടിട്ടുണ്ട് ടെലിഗ്രാമിൽ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പത്മശ്രീ നോക്കാം. പത്മശ്രീ 2 പേർക്കാണ് കിട്ടിയുള്ളത്. ഒന്ന് IM വിജയൻ, കായികം, നമുക്കറിയാം. അടുത്തത് K ഓമനക്കുട്ടി, സംഗീതം. ഇത് 2 പേർക്കാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണെന്ന് വെച്ചാല് ബാക്കി 113 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അറിയുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് 113 പേരും പഠിക്കുക. മലയാളികൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. പക്ഷെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് പ്രസിദ്ധരായിട്ടുള്ള ഓർക്കാൻ പറ്റുന്നവരുടെ പേര് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ 139 പേർക്കാണ് പത്മ അവാർഡ് ഈ വർഷം കിട്ടിയത്. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ. മലയാളികൾ 6 പേരുണ്ട്. പത്മവിഭൂഷൺ MT വാസുദേവൻ നായർ മരണാനന്തര ബഹുമതി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 7 പേർക്ക് ബാക്കി നോക്കുക. പിന്നെ പത്മഭൂഷൺ 3 പേർക്ക്, നമുക്ക് അറിയുന്ന 3 പേര്, പ്രസിദ്ധരായിട്ടുള്ള 3 പേർക്കാണ് കേട്ടോ. അതുപോലെ പത്മശ്രീ IM വിജയൻ, K ഓമനക്കുട്ടി ഓർത്തിരിക്കുക. ഉറപ്പായിട്ടും അടുത്ത് വരുന്ന എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.